ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഷാജേട്ടൻ പോയിട്ട് നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ കഴിയുന്നത് ഇങ്ങനെ കൊണ്ടുവരാറുന്നു പതിവ്. അപ്പോൾ ഇന്ന് ആൾ പോയിട്ട് കുറച്ചധികം ചെറുള്ളിയും വെളുത്തുള്ളിയും സവോളയും അങ്ങനെയുള്ള അല്ലറ ചില്ലറ പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മീൻ എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ രാവിലെ വന്നിട്ടുണ്ട്. അവിടെ എടുത്തമ്മയും ശ്രുതിയൊന്നും ഇല്ലാത്തതിനോണ്ട് തന്നെ പകൽ വെറുതെ ബോറടിച്ചിരിക്കല്ലേ എന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അങ്ങോട്ട് പായോ, വൈകിട്ട് അമ്മയ്ക്ക് ബാബു അനിയൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും വീട്ടിലെത്തുകയും വേണം. പറഞ്ഞു ആയിക്കോട്ടെ, എന്നാലും കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കാമല്ലോ, ഒന്ന് അങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 4-4:30 5 മണിയാകുമ്പോഴേക്കും അമ്മ എസ്കേപ്പ് ആവും, എന്നാലും ആ സമയം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ അപ്പോഴേക്കും ഷാജേട്ടൻ കൊടുന്നപ്പോൾ ഓരോന്ന് ഒതുക്കി പെറുക്കി ഓരോരോ പാത്രത്തിലാക്കുക. വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം, എനിക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമായിട്ട്. എന്താ വെച്ചാൽ മിക്ക സാധനങ്ങളിലേക്കും എനിക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. എന്താ വെച്ചാൽ നമ്മൾ മീൻ ഐറ്റംസ് അല്ലേ അധികം ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഉപ്പേരിയിലേക്കാണെങ്കിലും വെളുത്തുള്ളിയും ചെറുള്ളിയും കുത്തി വറുത്തിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അത് കുറച്ചധികം, ഞാനാണെങ്കിൽ ഒരു 3-4 വാങ്ങുള്ളൂ. ഇതിൻ്റെ വില ഉണ്ട്. ഇതിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ കൊടുക്കുക കാരണം അങ്ങനെ ആദായത്തിൽ ലാഭത്തിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി പെറുക്കി വെച്ചു. സവാള അതിൻ്റെ പാത്രത്തിൽ വെച്ചു, ചെറുള്ളി അങ്ങനെ വെച്ചു, വെളുത്തുള്ളി വേറൊരു പാത്രത്തിലാക്കി വെച്ചു. പിന്നെ ചീര ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിന്ന് ഉണ്ടാക്കണില്ല. എന്താ വെച്ചാൽ എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം നമ്മൾ അട്ടം നോക്കി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ മാറ്റിയെടുത്ത് വെക്കുകയാണ്. മല്ലിച്ചപ്പ് ഉണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെ തലയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് രസം വെക്കാനോ ഒക്കെ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. മല്ലിച്ചപ്പ് ഇവിടെ ഇഷ്ടമാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കേട്ടോ. ഇതിങ്ങനെ ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു സമാധാനമാണ്. ഇതൊരുപാട് തക്കാളി ഇരിക്കേണ്ടത്, ഇത് പൊട്ടയായി പോകും. അപ്പോൾ കുറച്ച് അമ്മയ്ക്കും കൊടുത്താക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ കൊടന്ന് വെച്ച് കുറച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഈ തക്കാളിയൊക്കെ പൊട്ടയായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഷാജൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ അത്ര തോനൊക്കെ വാങ്ങിയത്, ഞാൻ ഇങ്ങനെ തോനെ തക്കാളി വാങ്ങാറില്ല കേട്ടോ. ആവശ്യത്തിന് വാങ്ങുക, അത് ഒരുപാട് വാങ്ങിയിട്ട് വേസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് വെക്കാറില്ല. കേബേജൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ നമുക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പേരിക്ക് ഐറ്റംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഈ പച്ചമുളകൊക്കെ ഞാൻ ഞെട്ടി പൊട്ടിച്ചിട്ട് ഇങ്ങനെയുള്ള അടപ്പുള്ള പാത്രത്തിലാക്കി വെച്ചാൽ ഒരുപാട് കേടാവാണ്ടിരിക്കും കേട്ടോ. തക്കാളി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കാറില്ല, പുറത്ത് തന്നെ ഒരു ചട്ടിയിൽ ഇങ്ങനെ ആക്കി നിരത്തി വെക്കും. അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഹായ് കൊടുത്ത അമ്മ മത്തൻ്റെ ഇല കൊടുത്തിട്ടുണ്ട് അമ്മ വരുമ്പോൾ. അപ്പം നമുക്ക് ചക്കക്കുരു മത്തൻ്റെ ഇല കൂടെ വെക്കാമെന്ന് വിചാരിച്ചില്ല. കുറേ ആയി മത്തൻ്റെ ഇല. അമ്മയ്ക്ക് ഇങ്ങനത്തെ ഫുഡാട്ടോ ഇഷ്ടം. മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, കപ്പ, മധുരക്കിഴങ്ങ് അങ്ങനത്തെ ഒക്കെ. അപ്പം ഇന്ന് രാവിലെ നല്ല തിരക്കായിരുന്നു. ഷാജൻ്റെ പോകുമൊന്നും വേണ്ടായിരുന്നില്ല. നമുക്ക് വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊടുത്തു, അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് റെഡിയാക്കി മസാല പുരട്ടി വെച്ചു. ഇനി അത് കറി വെക്കണം. ഇതിങ്ങനെ എന്നാക്കല്ലമ്മ പിന്നെ കറി വെക്കുക. ഇതുകൊണ്ടൊരു ചക്കക്കുരും മത്തൻ്റെ ഇലയും കൂടെ ഒരു കറി വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഇന്നത്തെ പണി കഴിഞ്ഞു പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല കഴിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ടപ്പേന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യം തന്നെ ഞാൻ സ്വാഗതം ഒന്നും പറയാണ്ട് വീഡിയോ എടുത്തു. അപ്പം ഇനി ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം പറയാം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശേഷം പറയാൻ ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ പണികളും സ്പീഡിൽ നടക്കട്ടെ. എന്താ വെച്ചാൽ ഞാൻ പോണ സ്ഥലത്തേക്കൊക്കെ അമ്മ വരും. ഇനിയിപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ പോവുകയാണെങ്കിലും തേങ്ങ പൊളിക്കാൻ പോവുകയാണെങ്കിലും അരിയാനാണെങ്കിലും പെറുക്കാനാണെങ്കിലും അമ്മ ഇങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യിക്കാറില്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കിരികിരിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ ഞാനും അമ്മയും കൂടെ ഇരുന്നിട്ടുണ്ടാക്കി. തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം ഞാനും അമ്മയും കൂടെ കുടിച്ചു കേട്ടോ. നല്ല അടിപൊളി വെള്ളമായിരുന്നേ. എന്നിട്ട് ഇനി നമുക്കത് ചിരകിയിട്ട് നമുക്കത് മീൻ കിട്ടിയിരിക്കുന്നത് ചൂര മീനാണ് കേട്ടോ. ചൂര സുടുത ചൂര അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് കഷ്ണം വെട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഷാജേട്ട. അതുകൊണ്ട് തന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ നമ്മുടെ മീൻ വറക്കാനുള്ളതും കറി വെക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചു. എനിക്ക് ഇങ്ങനെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. കുറച്ച് പാടാണ്, ഒത്തിരി കഷ്ടപ്പെടണം. മറ്റേത് നമുക്ക് പൊടി മാത്രം ഇട്ടിട്ട് നാളികേരം വറുത്തരച്ചാൽ മതി.
ഇനിയിപ്പോൾ നാളികേരം അരയ്ക്കാണ്ടി നമുക്ക് ഇങ്ങനെ മുളകിട്ട് വെച്ചാലും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചാലും സൂപ്പർ തന്നെയാണ്. പക്ഷെ നമ്മളിന്ന് നാളികേരവും മല്ലിയും മുളകൊക്കെ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. ഇത് പിറ്റേ ദിവസത്തേക്കാണ് ടേസ്റ്റ് കേട്ടോ. സൂപ്പർ കറിയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഈ കഷ്ണം മീൻ, ചൂര, ഐക്കോറൊക്കെ കിട്ടുമ്പോൾ അയിലയ്ക്കും മത്തിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി തന്നെയാണ്. ഇവിടെ ഷാജേട്ടന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തേങ്ങ അരച്ച കറി, വറുത്തരച്ച കറിയൊക്കെ കുറച്ച് ഇഷ്ടക്കൂടുതലില്ല. ഞങ്ങൾക്കാണ് ഇഷ്ടക്കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കതും അങ്ങനെ ഉണ്ടാക്കാറില്ല. മുളകിടാണ് ചെയ്യാറ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മീൻ മസാല പുരട്ടി വെച്ചു. വറുക്കാനുള്ളേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. ഇതാ വറുത്തരയ്ക്കാനിലേക്കുള്ള മല്ലി, മുളകും പിന്നെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പെരുംജീരകം, ചെറുള്ളി, വെളുത്തുള്ളി, വേപ്പില എല്ലാ സംഭവങ്ങളും ഇട്ടൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ അങ്ങോട്ട് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോൾ മല്ലി മൂത്ത് കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിന്നത്. അപ്പോൾ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് മല്ലിയും മുളകും കൂടെ ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ പറയാറില്ലേ, പണ്ടൊക്കെ അമ്മ ഇങ്ങനെയാണ് വറുത്തരച്ചിട്ട് കറി വെക്കുക കേട്ടോ. ഏട്ടത്തല ഇങ്ങനൊരു കറി വെക്കാനുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പണ്ടത്തെ മീനിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഈ അച്ഛൻ അസലായിട്ട് അടിപൊളിയായിട്ട് മീൻ അച്ഛന് പണിയുള്ള സമയത്തൊക്കെ കേട്ടോ. ഒരു സമയത്ത് ഉണ്ടാവും, ഒരു സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഉള്ള സമയത്ത് അച്ഛൻ മീനൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ വെച്ചാൽ ഒരു സമയത്ത് കിട്ടാണ്ട് ഒരു സമയത്ത് കിട്ടുമ്പോൾ നമുക്ക് അതിനോട് വലിയ ആവശ്യമാവും. ഇപ്പോൾ പിള്ളേർക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അതിനോടൊന്നൊരു ഇമ്പല്ല. ഇപ്പോൾ ഓണായാലും വിഷു ആയാലും പെരുന്നാളായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ എന്തായാലും എന്താ ഇപ്പോൾ ഓണമല്ലേ, ഓക്കെ എന്താ ഇപ്പോൾ വെക്കുക, ബിരിയാണി, മന്തി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ചിക്കൻ, ബീഫ് ഈ ഐറ്റംസൊക്കെ നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ കഴിക്കണോണ്ട് അതിനോട് അവർക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇത് വല്ലപ്പോഴും കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഈ മീനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പിന്നെ ഇറച്ചിയുടെ കാര്യമൊക്കെ പറയണോ. അപ്പോൾ ഇറച്ചി മീനും അതുപോലെയൊക്കെ കിട്ടുമ്പോൾ അതിനൊരു ടേസ്റ്റും കൂടുതലാണ്, വല്ലാത്തൊരു ഫീലുമാണ്. അതുപോലെയാണ് വിഷു, ഓണവും ക്രിസ്മസും പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ കേട്ടോ. നമുക്ക് ആ സമയത്താണ് സദ്യയൊക്കെ കിട്ടുള്ളൂ, പപ്പടം കാച്ച വിഭവങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളും ഓണം വിഷു ഒന്നുമില്ല, വല്ലാതൊരു അന്നത്തെ ഒരു ഇമ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ മല്ലി മുളകൊക്കെ വറുത്ത് അരച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ വെച്ചാൽ അതിനകത്തേക്ക് ചട്ടിയിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ നമ്മുടെ അരപ്പും പാകത്തിന് പുളിയും ഉപ്പും ചേർത്തിട്ട് നമുക്കത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുക. നമ്മളെപ്പോൾ മീൻ കറി വെക്കുകയാണെങ്കിലും ഈ അരപ്പ് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ചില ആൾക്കാർ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെക്കും. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ കൂടുതലൊന്നും കൂടെ ടേസ്റ്റാണ് തോന്നുന്നു. എല്ലാത്തിനും ഓരോരോ ടേസ്റ്റാണ്. പക്ഷേ ഈ അരപ്പ് നല്ലോണം തിളച്ച് വെന്തിട്ട് മീനിടുമ്പോൾ എന്നിട്ട് മീനിട്ടിട്ട് മീൻ വെന്തിട്ട് സെറ്റ് ചെയ്യുക, അത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങോട്ട് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ മീൻ അരപ്പൊക്കെ പുരട്ടിയിട്ട് കുറച്ച് അധികം നേരമായി വെച്ചിട്ട് അപ്പോൾ ഞാൻ അപ്പുറത്ത് മീനും കൂടെ വറുക്കാൻ വെക്കാൻ വിചാരിച്ചു കേട്ടോ. ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ പണികൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണം മീനാണ് ഇത് ഉണ്ടാക്കണ്ടയോ കഷ്ണം വെട്ടണ്ടോ ഒന്നും പണി ഉണ്ടായിരുന്നില്ല. നമ്മൾ എപ്പോഴും മസാല പുരട്ടണ സെയിം മസാല തന്നെയാണ് ഇതിനകത്തേക്കും ഇട്ടിട്ടുള്ളത്. അപ്പോൾ പാനിലൊക്കെ വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് വേപ്പിലി ഇട്ടിട്ട് നമ്മുടെ മീൻ പെറുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലോണം സിമ്മിൽ കിടന്നിങ്ങനെ മൂത്ത് വരണം. അപ്പോൾ അത് ആ വഴിക്ക് അങ്ങനെ ആവട്ടെ, ഇത് ഈ വഴിക്ക് ഇങ്ങനെ ആവട്ടെ കേട്ടോ. കറി ഇനി തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും കുറച്ചധികം പാത്രങ്ങളുണ്ട് എന്നത്തെയും പോലെ. അപ്പോൾ കാര്യമൊക്കെ പറയുന്ന ഇടയിൽ ഇതങ്ങോട്ട് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് കവിയും. അപ്പോൾ അത്രയും പാത്രങ്ങളുണ്ടാവും ഓരോന്ന് എടുത്താവുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ അതങ്ങോട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തിനൊരു സമാധാനം. പിന്നെ അടുത്ത ഒരു ട്രിപ്പിലേക്ക് നോക്കിയാൽ മതിയല്ലോ. മറ്റേത് അടുത്ത ട്രിപ്പും ഈ ട്രിപ്പൊക്കെ കൂടെ ആകുമ്പോഴേക്കും ഒരു മല ഉണ്ടാവും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. കണ്ണൻകുട്ടിയും പൂജുട്ടി ഇവിടെ ഉണ്ട്, ഒരു തലയ്ക്കുന്ന അടിയും പിത്തനൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഇടയിൽ രണ്ടാളും കൂടെ ഇവിടെ വന്നിട്ട് ഫോണിന് അല്ലെങ്കിൽ എന്തെങ്കിലും അവളൊന്ന് തോണ്ടേപ്പിച്ച് ഇതിനൊക്കെ ഒരു വഴക്കൊരു വക തീർത്തിട്ടാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ അമ്മ ഓരോ കാര്യവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ഓമക്കായ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് വലിയ ഒരു ഇടങ്ങാറാട്ടം, എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് തോന്നും. മിക്കതും നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിപ്പോൾ ഭാഗ്യം കൊണ്ട് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ അരപ്പ് തിളച്ച് അങ്ങനെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. തല, വാല്, അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മീൻ കറിക്ക് ഇട്ട് കൊടുക്കുക. എനിക്ക് മീനിലേക്ക് ഈ മീനിൻ്റെ തല എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, മീൻ കറിയിൽ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീനിൻ്റെ തലയും ഞാൻ ഒട്ടും മിക്കതും കളയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിൻ്റെ തല, മുള്ള്, എല്ലാവരുടെയും മുള്ളൊക്കെ ഞാനാണ് കഴിക്കുക. എനിക്ക് മുള്ളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. മുള്ള് കളയണ്ട, ഞാൻ കഴിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പെറുക്കിയെടുത്ത് കഴിച്ചോളൂ. അപ്പോൾ മീനൊക്കെ തിളച്ച് സെറ്റായിട്ട് ഇനി അത് വേവട്ടെ.
ചക്കക്കുരു മത്തൻ്റെലയും കൂടെ ഇട്ടോ വെക്കുന്നത്. നമ്മളന്ന് ചേച്ചി പഴുത്ത ചക്ക കൊടുത്തായിട്ട് ചക്കക്കുരു എടുത്തേച്ചത്. എനിക്ക് പേഴ്സണലി ഈ സാധനത്തിനോട് ഇഷ്ടമല്ല, അമ്മയ്ക്ക് നല്ല ഇഷ്ടം കേട്ടോ. വല്ലപ്പോഴും ഒരു പ്രാവശ്യമൊക്കെ പണ്ടൊക്കെ ചക്കക്കാലാവുമ്പോൾ ഈ ചക്കക്കുരു തന്നെ വരുന്നു, അത് കാരണം ഇഷ്ടമല്ലാണ്ട് അങ്ങടായതാ. ഇപ്പം ഇതെന്തായാലും നമുക്ക് മത്തൻ്റെല കിട്ടിയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് ഇത് ആദ്യം വേവിക്കാം. ഉപ്പിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് പിന്നെ നമുക്ക് മത്തൻ്റെലയ്ക്ക് വലിയ വേവ് ഇല്ലല്ലോ, ആദ്യം ഇത് അങ്ങോട്ട് വേവിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. മീൻകറി ആയി, മീൻ വറുത്തതായി, ഇനി ഇതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറും ആയി. ഇതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങണം. അപ്പം ഇവിടെ ഇറക്കട്ടെ. ഇതെല്ലാം റെഡി ആയാൽ പിള്ളേർക്കും അമ്മയ്ക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറി റെഡി ആയിട്ട് ഇനി നമുക്കത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ചെറുള്ളിയിലാണ് കേട്ടോ നമ്മൾ കറി വറുത്തിടുക. മീൻ കറിയൊക്കെ ചെറുള്ളിയും ഉലുവയും കൂടെ പൊട്ടിക്കും. അപ്പോൾ മീൻ വറുത്തതൊക്കെ ഒരു പാത്രത്തിലാക്കി, കറി നമ്മൾ താഴത്തേക്ക് ചട്ടി ഇറക്കി വെച്ചു. ഇനി നമുക്കത് വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചക്കക്കുരും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാം. എന്താ, മത്തനും കൂടെ ഇട്ട് വേവിക്കാം. ഈ മത്തൻ്റെ ഇല വേവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, സോറി കേട്ടോ. മത്തൻ്റെ ഇലയ്ക്ക് അടിപൊളി വേവുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് മുരിങ്ങയുടെ ഇല വേവണ പോലെ വേവൊന്നുമില്ല കേട്ടോ. ഇത് വല്ലപ്പോഴൊക്കെയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ വേവും കണക്കും കാര്യങ്ങളൊന്നും എനിക്ക് വല്ലാണ്ട് പിടിയില്ല. അപ്പോൾ നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട്, കറി വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉലുവ കുറച്ചിട്ടു, ചെറുള്ളി ഇട്ടു, എന്നിട്ട് വേപ്പിനും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് തട്ടി കൊടുക്കുക. അത് സൂപ്പർ കറിയാണ് കേട്ടോ. നമ്മുടെ വെള്ളദോശ, ചപ്പാത്തി, പൊറോട്ട ഇങ്ങനത്തെ ഐറ്റംസിലേക്കൊക്കെ സൂപ്പറാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചട്ടി കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്നത്തോടെ തീരും. മുളകിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ. പൂജയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ് കറി. അവൾ ഇങ്ങനെ വറുത്തരച്ച കറിയൊക്കെ മീൻ കറിയൊക്കെ നല്ല ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചട്ടി കറി മാത്രമേ വെച്ചിട്ടുള്ളൂ, ഒരുപാട് വേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. കറി വറുത്തിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ ചക്കക്കുരു അങ്ങനെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാം കേട്ടോ. അമ്മ ഞാൻ പറഞ്ഞല്ലോ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ചൂടാണ്, അമ്മ അകത്ത് പോയിരുന്നോളൂ, ആ ഫാൻ ഇട്ടിട്ട് ഇരുന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കില്ല കേട്ടോ. അമ്മ കൂടെ ഉണ്ടാവും, കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിശേഷങ്ങൾ പറയും. എൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം പറയാനുണ്ടാവും. അതിൻ്റെ കൂടെ ഞാനും അമ്മയാണെങ്കിൽ പറയാനും ഇല്ല. പിന്നെ അമ്മ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ണിമാങ്ങ ഇങ്ങനെ വീണ് കിടക്കുന്നത് അപ്പുറത്തേക്ക് തൊടിയിൽ നിന്ന് പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ അങ്ങനത്തെ ഈ കണ്ണിമാങ്ങ കൊണ്ട് അച്ചാറിൽ അപ്പം വെറുതെ മുളകും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒട്ടുമിക്കതും കേടാ, ഒരു 2-3-4 കിട്ടി. അപ്പോൾ ഞാൻ അതും കൂടെ അരിഞ്ഞ് പെറുക്കിയിട്ട് നമുക്കൊരു അച്ചാർ പോലെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഏതായാലും ടൈമുണ്ടല്ലോ അതൊക്കെ ആകുമ്പോഴേക്കെന്ന് വിചാരിച്ചിട്ട് കളയാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് തിരുമ്പി വെച്ചു. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഈ ഒരു കണ്ണിമാങ്ങയുടെ ടേസ്റ്റ് വലിയ മാങ്ങയ്ക്ക് പോലും കിട്ടില്ല എന്നറിയാലോ. അപ്പോൾ അതുപോലെ അതങ്ങോട്ട് റെഡിയാക്കി വെച്ചു. ചോറുണ്ടുമ്പോൾ 2 കഷ്ണം അതും കൂടെ കഴിക്കാമല്ലോ. അത് ഒരൊറ്റ ട്രിപ്പിന് ഉണ്ടാവുള്ളൂ ഇവിടെ. കണ്ണൻകുട്ടിക്കും എനിക്കും ഷാജേട്ടനും അമ്മയ്ക്കും ഇത് നല്ല ഇഷ്ടം. പൂജയ്ക്ക് ഈ അച്ചാർ ഐറ്റംസും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇതൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരൊക്കെ വെന്തുടഞ്ഞ് സെറ്റായപ്പോൾ ഞാൻ ആ ഒരു ഇലയും കൂടെ ഇട്ടിട്ട് വിസിലടിക്കാൻ വിചാരിച്ചു. ഇനി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, എല്ലാവർക്കും കാര്യമായിട്ട് വിശന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ചായ കുടിച്ചതൊക്കെ ഒരു വിധം ദഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും. നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്തു. ഈ നമ്മുടെ മത്തൻ്റെ ഇല ചുവന്നുള്ളിയും ചുമന്ന മുളകും പിന്നെ 2 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. കണ്ണൻകുട്ടിക്ക് ആ സാധനം വേണ്ട, വിശക്കുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവന് ഞാൻ മീൻ കറിയും മീൻ വറുത്തതും കൂട്ടിയിട്ട് അച്ചാറും കൂട്ടിയിട്ട് ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ. അതാവാനുള്ളൊരു ക്ഷമ ആൾക്കില്ല. അപ്പോൾ അവനൊക്കെ ചോറൊക്കെ വാരി കൊടുത്തപ്പോൾ എനിക്കൊരു സമാധാനമായി. മറ്റേതൊക്കെ വിശക്കുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് ഒരു ചെയ്യണ പണിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനോട് വാരി കൊടുക്കാമെന്ന്. അതൊക്കെ വാരി കൊടുത്തിട്ട് നമ്മുടെ മത്തൻ്റെലയും ചക്കക്കുരും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറുള്ളി വെളുത്തുള്ളി ചുമന്ന മുളകും കൂടെ ചതച്ചിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് ഈ ഒരു സംഭവം വെന്തിരിക്കണ മത്തൻ്റെലയും ചക്കക്കുരും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറുതെ വേവിച്ചിട്ട് നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചോറിലൊക്കെ പൊരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ്. അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. അത് ഷാജേട്ടനും അമ്മയ്ക്കൊക്കെ ഈ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നല്ല ഇഷ്ടം. എനിക്കും ഇഷ്ടം കേട്ടോ. ചക്കക്കുരാണ് പിന്നെയും പ്രയമില്ലാത്തത്. എന്നാലും എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോൾ ഓക്കെയാണ്. ഇതാട്ടോ നമ്മുടെ ഫുഡൊക്കെ സെറ്റായി. ചോറും മീൻകറി മീൻ വറുത്തതും മത്തനും ചക്കക്കുരും സെറ്റായി. അച്ചാർ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പുകയാണ്. കണ്ണൻകുട്ടിക്ക് അമ്മയ്ക്കും പൂജട്ടിക്കും കൂടെ ആദ്യം വിളമ്പുക. ഷാജേട്ടൻ വന്നിട്ട് നല്ലൊരു ഉറക്കത്തിൽ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇനി ആൾ ഉറങ്ങി നീട്ടിയിട്ടാണ് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് അമ്മ ഇപ്പോൾ പറഞ്ഞ പോലെ അമ്മ വന്നു കഴിഞ്ഞാൽ വാരി തരണം എന്നുള്ള പറഞ്ഞ പോലെ അവരൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും അമ്മയ്ക്കും തല കേട്ടോ, ബാക്കിയുള്ളവർക്കൊക്കെ കഷ്ണമുണ്ട്. ഞങ്ങൾ തല ആർക്കും വിട്ടു കൊടുക്കില്ല അങ്ങനെ. അപ്പോൾ അവരൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം. അമ്മയ്ക്കൊക്കെ കറിയൊക്കെ ഇഷ്ടമായി, പൂജ എല്ലാവർക്കും കറിയൊക്കെ ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിനി നമ്മുടെ വൈകുന്നേരത്തെ എന്നത്തെയും പോലത്തെ പരിപാടിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. അടിച്ചു വാരി തുടയ്ക്കാനുണ്ട്, മുറ്റം അടിച്ചു വാരാനുണ്ട്, അങ്ങനെയൊക്കെ.
അപ്പോൾ ഇത് എന്നും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തോ പോലെ ചെയ്യണ്ടാന്ന് വിചാരിക്കും. ചിലപ്പോൾ കൊലായിലൊക്കെ പൊടിയോ കാര്യങ്ങളോ ഉമ്മറത്ത് കരടൊന്നും ഇല്ലെങ്കിലോ ആ സമയമായാൽ കൈയൊരു കിരിക്കിരിക്കലാണ് കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ നനച്ചു കൊടുത്തു. അമ്മയും പൂജിട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം തളിച്ചിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി വല്ലാണ്ടാവില്ല. തലേ ദിവസം മഴ കിട്ടിയോണ്ട് തന്നെ വല്ലാണ്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരു 4:30 ആകുമ്പോൾ അങ്ങോട്ട് മൂടി നിൽക്കും. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നന്നൊരു കാറ്റും കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. പിന്നെ വൈകിട്ട് ഒരു ചാറ്റൽ മഴയും കിട്ടും. ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ ഞാനിന്ന് അറിഞ്ഞിട്ട് ആ തുണിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കെട്ടാൻ വേണ്ടിയിട്ട്. അലർജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കിത് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെന്നും ചെയ്യണ പോലെ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങും, ചൂലും പട്ടയൊക്കെ എടുത്തിട്ട്. കുറച്ച് കഴിഞ്ഞാൽ ആ ഓർമ്മ, അയ്യോ ഞാനത് കെട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ആ കുട്ടി പറഞ്ഞതിന് മാനിച്ച് ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇത് എത്ര ദിവസത്തിന് ഉണ്ടാവും ഓർമ്മ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഓർമ്മ കിട്ടുമ്പോൾ ഈ സാധനം ഞാൻ പൂജിട്ടിയോട് പറയും ഇന്നൊന്ന് ഓർമ്മിപ്പിക്കണേന്ന്. അവൾ എന്നെക്കാട്ടിലും ആരണബുദ്ധിയ. ഓർമ്മ എന്നുള്ള സാധനം രണ്ടാൾക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഓർമ്മിച്ച് അമ്മോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് മോശമല്ലേ നമ്മളത് കേൾക്കാണ്ടിരിക്കുന്നത്, മോശമല്ല എനിക്കും കൂടെ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ മറക്കുക. അമ്മ പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞാൽ മതി അടിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു തുണി കയ്യിൽ വെച്ചാൽ മതി ഓർമ്മിച്ചിട്ട്, അത് 2-3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങോട്ട് കറക്റ്റ് ആയിക്കോളും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെയൊക്കെ അടിച്ച് വാരിയിട്ടു കേട്ടോ. ഈ മഴ മൂടി നിൽക്കുന്നത് കണ്ടോ, നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ ഒരു 4:30 ഒക്കെ ആയിട്ടുള്ളൂ, 5 മണിയൊന്നും ആയിട്ടില്ല. അപ്പോഴേക്ക് എന്നെ മൂടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മ 4:30 ആയിട്ടില്ല കേട്ടോ, 4 മണിയൊക്കെ ആയിട്ട്, 3:45 കഴിഞ്ഞ് 4 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അമ്മ 4:30 ആകുമ്പോഴേക്കും പോകുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് കയറാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ 4:30ക്കാണ് ഓട്ടോ പറഞ്ഞിട്ടുള്ളത്, 3:45 ആയിട്ടുള്ളൂ. പക്ഷേ ഒരു 5-5:30 ആയ ഒരു പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കാലത്ത് നമ്മുടെ പരിപാടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. എന്നാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാമല്ലോ. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ സമയം നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ നേരത്തെ കാലത്ത് അതിന് വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചു. ഷാജേട്ടത്തിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വളാഞ്ചേരിക്ക് നാളേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. 14-ാം തീയതി നമ്മുടെ ഇവിടെ പറമ്പത്താവ് ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഷാജേട്ടൻ 2 ദിവസം കച്ചവടമുണ്ട്, തലേദിവസം പിറ്റേ ദിവസം. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളിവിടെ ഇല്ല. അമ്മ 4:30ക്ക് പോകണം, വിവരം ഷാജേട്ടനെ അറിയില്ല. അപ്പോൾ ഞാൻ ഈ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് വേഗം ഇനി നമുക്ക് ഇന്ന് അലക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ടില്ല കേട്ടോ. അലക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചവിട്ടികളൊക്കെ അമ്മർത്തൊക്കെ കിടക്കണേ, അത് ആഴ്ചയിലെടുത്ത് കഴുകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് 2ാമത്തെ ആഴ്ച എത്തി കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നത് അങ്ങനെ ഇട്ടാൽ ശരിയാവില്ല വെച്ചിട്ട് രാവിലെ അത് സോപ്പ് പൊടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഇന്നിട്ട ഡ്രസ്സേ ഉള്ളൂ, അത് രാവിലെ അങ്ങോട്ട് അലക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 2-3-4 ചവിട്ടീൻ്റെ നമ്മുടെ കിച്ചണിൽ ഇടുന്നതും പിന്നെ റൂമിലും ഫ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ ഇടുന്ന കുഞ്ഞു കുഞ്ഞു ചവിട്ടികളാണ്. ഇത് മീഷോന്ന് വാങ്ങിയതാട്ടോ, നല്ല അടിപൊളിയാണ്. എനിക്കൊരു സെറ്റും കൂടെ വാങ്ങണം എന്നുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അലക്കിയിട്ടാലും പിന്നെ രണ്ടാമത് ഒരു 2 ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാവുമല്ലോ. 100 സംതിങ് 200 രൂപയുടെ 150 രൂപയും കണ്ടുള്ളൂ കുഞ്ഞു കുഞ്ഞു ചവിട്ടികൾക്ക്. 4 3-4 ഉണ്ട് അങ്ങനത്തെ, 4 തോന്നുന്നു ഒരു സെറ്റിലുള്ള. അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി സംഭവമാണേ. അപ്പോൾ ഇതൊക്കെ അലക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വൃത്തിയിൽ അങ്ങോട്ട് ഉണങ്ങിക്കോളും. ഇനി നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതുകൊണ്ട് ഉണങ്ങി കിട്ടും കേട്ടോ. വൈകിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 4:30 ആകുമ്പോഴേക്കും മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ഡെയിലി ഇങ്ങനെയാവോ അതോ ഇനി 2 ദിവസം ഉള്ളൂ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു സമയത്തില്ലേ നല്ല സുഖമാണ്. പണിയെടുക്കുമ്പോൾ നല്ല ചൂടൊക്കെ തന്നെയാണ്, പക്ഷേ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം ഉണ്ട്. എന്താ വെച്ചാൽ ഉമ്മർത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഈ തണുപ്പും ഈ ഒരു ചാറ്റൽ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നമ്മളും നമ്മുടെ ശരീരവും മനസ്സൊക്കെ ഇങ്ങോട്ട് തണുക്കും. അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരത്തെ മഴ നിൽക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നാമത് ഈ നോമ്പൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മഴയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആശ്വാസമാവും കേട്ടോ. എന്താ വെച്ചാൽ ഇത്രയും ഉഷ്ണത്തിൽ നോമ്പും കാര്യങ്ങളും എടുത്തിട്ട് ഇടയിൽ മഴ കിട്ടുമ്പോൾ അവർക്ക് ഒരു ക്ഷീണത്തിനൊക്കെ ഒരു വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാവും. ദൈവം കണ്ടറിഞ്ഞിട്ട് ഈ 30 ദിവസം അവർക്ക് മഴയും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. അതുപോലെ ഇനിയിപ്പോൾ കൃഷി ചെയ്യണവരെ കാര്യം അവതാളത്തിലാണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഈ കാര്യം മാത്രം നോക്കിയിട്ടാണ് പറയണത്. അപ്പോൾ തിരുമ്മലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഇനി ഊരി പിഴിഞ്ഞിട്ടിട്ട് ഇനി നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം. അമ്മ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, പൂജിട്ടി ഉണ്ട് കേട്ടോ. വാലേന്ന് വെച്ചിട്ട് രണ്ടാളും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി ചായ ഒന്നും വേണ്ട. അതിൻ്റെ ഇടയിൽ ചക്ക ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല ചേച്ചി കൊണ്ടുവന്നിരുന്ന ചക്ക. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് മയങ്ങി നീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്നിട്ടാണ് പെട്ടെന്ന് ചെടിപിടിച്ചിട്ട് നീട്ടത്. അപ്പോൾ ചക്കയൊക്കെ ചുള പറിച്ച് ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നമുക്ക് പ്രദോഷമായിട്ട് നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആ നേതിച്ചോറ് കഴിച്ച് അങ്ങോട്ട് കിടക്കുക ചെയ്തത്. പിന്നെ ഇന്നാണ് നമ്മൾ ഫുഡ് കഴിക്കണത്, രാവിലെ ഉച്ചയ്ക്കും. ആ ചക്കയും കൂടെ കഴിച്ചപ്പോഴേക്കും എനിക്ക് വയറൊക്കെ ഇങ്ങനെ വീർത്ത് വരണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ഒക്കെ ഒരു അസ്കിത വരുന്നുണ്ട്, എനിക്കത് കഴിക്കേണ്ടായിരുന്നില്ല തോന്നുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഇത്രയും മല്ലിട്ട പണിയെടുത്തിട്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ടാട്ടോ. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നം ചക്ക കപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം. ഇതുവരെ എനിക്ക് എന്തോ സാധനം കഴിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ ഏട്ടനാണ് കേട്ടോ അങ്ങനത്തെയൊക്കെ. ഒരു തേങ്ങയുടെ പൂള് കഴിച്ചാലടക്കം അവന് ഗ്യാസാണ്. ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്യും, ഇങ്ങനെയൊക്കെ ഗ്യാസ് ഉണ്ടാവുമോ. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചില കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും അലിക്കാക്ക വന്നു എനിക്ക് കുളിക്കാൻ
വേണ്ടി കയറാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ പോവുകയാണ്. അലിക്കാക്ക ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നല്ല, നാളെ മറ്റന്നായിട്ട് എടുക്കണം എന്നൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അലിക്കാക്കയുടെ ഓട്ടോറിക്ഷയിലാണ് അമ്മ പോണത്. മിക്കതും നമ്മൾ അലിക്കാക്കാനെയാണ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ നോമ്പെടുക്കുമ്പോൾ രാവിലെ ഞാനിതാണ് പറയാറ്, അങ്ങനെ തന്നെ അല്ലേ, ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് നോമ്പെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അലിക്കാക്കി അമ്മ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഷാജേട്ടൻ പൊരിക്കടി കൊടുക്കുന്നുണ്ടായിരുന്നു, മുട്ട ബജി പിന്നെ ഉള്ളിവടയും കൂടെ. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ് ഞാനും പൂജുട്ടി. അപ്പുറത്തെ ഷാജേട്ടനും ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചാറ്റിൽ മഴ ഇങ്ങനെ ചനുമനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സുഖമായിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഇങ്ങനെ ഒരു മഴയത്ത് തണുപ്പും മഴയൊക്കെ കൂടെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.